അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായ ഒരു അന്ധയായ പെൺകുട്ടി ആളെ തിരിച്ചറിയാൻ സ്വീകരിക്കുന്ന വ്യത്യസ്തമായ മാർഗം. അവൾ നീതിക്കായി നീതിന്യായ വ്യവസ്ഥയെ ആശ്രയിക്കുമ്പോൾ അവളും കുടുംബവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം വിഷയമാക്കിയ ഒരു മോഹൻലാൽ ചിത്രമാണ് നീര്. മോഹൻലാൽ, അനശ്വര രാജൻ, സിദ്ദിഖ്, ജഗദീഷ്, പ്രിയാമണി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. ചിത്രത്തിന്റെ തുടക്കത്തിൽ തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി വരുന്നു. ഇതാണ് സാറ. അവൾക്ക് കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. അച്ഛൻ മുഹമ്മദ്, അമ്മ ഫർഹാന. ഇതാണ് അവളുടെ കുടുംബം. പരാതി അറിഞ്ഞെത്തുന്ന CI പോൾ വർഗീസ് സാറയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം സാറയെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും. അവളെ എക്സാമിൻ ചെയ്യുന്ന ഡോക്ടർ സാറയെ ആരോ ഉപദ്രവിച്ചതായും എന്നാൽ സെമൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും സാറയുടെ വജൈനൽ വാളിൽ നിന്നും എടുത്ത സ്വാബ് ടെസ്റ്റിന് അയച്ചിട്ടുണ്ടെന്നും അതിന്റെ റിപ്പോർട്ട് നാളെ കിട്ടുമെന്നും പറയുന്നു. ഈ സംഭവം സാറയെയും കുടുംബത്തെയും വല്ലാതെ ബാധിക്കുന്നു. സാറ ഒരു ടാലന്റഡായ സ്കൾപ്ചറിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവന്റെ ഒരു രൂപം അവൾക്ക് ഉണ്ടാക്കാനും കഴിയുന്നു. മുഹമ്മദ് അത് പോലീസിന് കാണിച്ചു കൊടുക്കും. 12 വയസ്സ് വരെ കാഴ്ചയുണ്ടായിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു സാറ. ശേഷം വന്ന ഒരു രോഗമാണ് സാറയുടെ അന്ധതയ്ക്ക് കാരണം. കാഴ്ചയില്ലാതെ എങ്ങനെയാണ് ആളുടെ രൂപമുണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ, അയാൾ എന്നെ ഉപദ്രവിച്ചപ്പോൾ എന്റെ വിരലുകൾ കൊണ്ട് ഞാൻ അയാളുടെ മുഖം മനസ്സിലാക്കിയതായി സാറ CIയോട് പറയുന്നു. ഇതേസമയം സാറയുണ്ടാക്കിയ സ്കൾപ്ചർ കണ്ടിട്ട് ഇതേ മുഖഛായയുള്ള ഒരു പയ്യൻ ഇന്നലെ തൊട്ടപ്പുറത്തെ വിനോദിന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കാൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നതായി മുഹമ്മദ് CIയോട് പറയുന്നു. CI ആ വീട്ടിലെത്തി തിരക്കുമ്പോൾ ഇന്നലെ വന്നത് തന്റെ സഹപാഠിയായിരുന്ന മൈക്കിളാണ്. അവൻ വിവാഹം ക്ഷണിക്കാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നതാണെന്നും വിനോദ് പറയുന്നു. ശേഷം എയർപോർട്ടിൽ വെച്ച മൈക്കിളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച സാറ അവനെ തൊട്ടുനോക്കി തിരിച്ചറിയും. അതോടെ കേസ് അങ്ങനെ വാർത്തയാകും. മുംബൈയിൽ സെറ്റിൽഡ് ആയിരുന്ന ഒരു വ്യവസായിയായ ക്രിസ്റ്റഫറിന്റെ മകനായിരുന്നു മൈക്കിൾ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണക്കാരനുമാണ് അവൻ. മുഹമ്മദ് ആദ്യം കല്യാണം കഴിച്ച് അതൊഴിഞ്ഞ ശേഷമാണ് സാറയുടെ ഉമ്മയായ ഫർഹാനെ കല്യാണം കഴിക്കുന്നത്. ആദ്യത്തെ ബന്ധത്തിൽ മുഹമ്മദിന് 2 വലിയ ആൺമക്കളുമുണ്ട്. TV വാർത്തയിൽ പീഡന കേസ് കണ്ട് നമ്മളെ ഇട്ടേച്ചു പോയതിന് അയാൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് അയാൾ ഇനിയും അനുഭവിക്കും എന്നൊക്കെ ആദ്യ ഭാര്യ പറയുന്നുണ്ട്. മകൻ ജയിലിലായതറിഞ്ഞ് ക്രിസ്റ്റഫറും ഭാര്യയും നേരെ സ്റ്റേഷനിലേക്ക് പറന്നെത്തുന്നു. ഇമാതിരി തലതെറിച്ച പരിപാടികൾ സ്ഥിരം ചെയ്ത് അതൊക്കെ സെറ്റിൽ ചെയ്യാൻ നടന്ന ക്ഷമ നശിച്ചിരിക്കുന്ന ക്രിസ്റ്റഫർ മകൻ കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ, എന്നാലേ അവനൊക്കെ നന്നാവൂ എന്ന് പറയുന്നു. എന്നാൽ അവന്റെ അമ്മയ്ക്ക് ഒരു സമാധാനവുമില്ലായിരുന്നു. എന്ത് ചെയ്തിട്ടായാലും എനിക്കെന്റെ മകനെ രക്ഷിക്കണമെന്ന് അവർ ശാഠ്യം പിടിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഡിഫൻസ് വക്കീലായ രാജശേഖരനെ ക്രിസ്റ്റഫർ നാട്ടിലേക്ക് വരുത്തുന്നു. കൂടെ മകൾ പൂർണിമയും വരുന്നുണ്ട്. പൂർണിമ സുപ്രീം കോർട്ടിൽ വക്കീലായിരുന്നു. ഹൈക്കോർട്ടിൽ എന്തോ കേസിന്റെ ആവശ്യത്തിലാണ് പുള്ളിക്കാരി ഇപ്പോൾ അച്ഛന്റെ കൂടെ വന്നിരിക്കുന്നത്. രാജശേഖരൻ മുഹമ്മദിന്റെ ആദ്യത്തെ കെട്ടിലെ ആൺമക്കളെ വിളിച്ചു വരുത്തി മുഹമ്മദിനോട് സംസാരിച്ച് എങ്ങനെയെങ്കിലും കേസ് സെറ്റിൽ ചെയ്യിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് നേരെ മുഹമ്മദിനോട് വന്ന് അവരൊക്കെ വലിയ കാശുകാരാണ്, നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർ തരുന്ന കാശ് മേടിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയും. ഇത് കേട്ട് കലി കയറുന്ന മുസ്തഫയും സാറയും അവരെ അവിടെ നിന്നും ആട്ടിയിറക്കി വിടും. അങ്ങനെ സെറ്റിൽമെന്റ് നടക്കാത്തത് കൊണ്ട് തന്നെ അവരെ ഉപയോഗിച്ച് മീഡിയ ഇളക്കി വിടാനായിട്ട് രാജശേഖരൻ ശ്രമിക്കും. അങ്ങനെ കേസ് ഏതായാലും കോടതിയിലെത്തും. രാജശേഖരൻ നല്ല അടിപൊളിയായിട്ടാണ് വാദിക്കുന്നത്. എന്നാൽ സാറയുടെ വക്കീലിന് കൃത്യമായ രീതിയിൽ വാദിക്കാനോ തെളിവുകളൊന്നും സബ്മിറ്റ് ചെയ്യാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ മൈക്കിളിന് ജാമ്യവും കിട്ടുന്നു. രാജശേഖരൻ മീഡിയയ്ക്ക് മുന്നിലും ഇതെല്ലാം ഒരു ഫേക്ക് കേസാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ കേസ് ഒന്നുമല്ലാതാകുന്നത് കൊണ്ട് തന്നെ സാറയും കുടുംബവും വല്ലാത്ത വിഷമത്തിലാകും. ഇതേസമയം മൈക്കിൾ നടന്ന കാര്യങ്ങൾ രാജശേഖരനോട് തുറന്നു പറയുന്നുമുണ്ട്. ഇത് കേട്ടിട്ട് പൂർണിമ അവനെയൊക്കെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. CIയെ അവിടെ നിന്ന് സ്ഥലം മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി അദ്ദേഹം മുഹമ്മദിനോട് പറയുന്നു. നിലവിലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഡിപ്പെൻഡബിൾ അല്ലാത്തതുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കുള്ള അപേക്ഷ കൊടുക്കാനും മറ്റാരെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിച്ചാൽ എന്നെ അറിയിക്കാതെ ഒരു നീക്കവും നടത്തരുതെന്നൊക്കെ CI മുഹമ്മദിനോട് പറയുന്നു. ശേഷം മുഹമ്മദ് ലീഡിംഗ് ആയിട്ടുള്ള പല വക്കീലന്മാരെയും പോയി കാണുന്നുവെങ്കിലും ആരും തന്നെ കേസെടുക്കാൻ തയ്യാറാകില്ല. അത് രാജശേഖരന്റെ കളിയാണെന്ന് ഒരു വക്കീൽ ഗുമസ്തൻ മുഹമ്മദിനോട് പറയുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം CI തന്റെ ഒരു പഴയ ഫ്രണ്ടായ അഹാനയെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അഹാനയുടെ ഫ്രണ്ടായിരുന്നു വക്കീൽ വിജയമോഹൻ. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് CI അവളോട് പറയുന്നു. ശേഷം അവർ രണ്ടും കൂടി വിജയമോഹനെ കാണാനായി എത്തും. വിജയമോഹൻ കുറെ വർഷങ്ങളായി പ്രാക്ടീസ് ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു വക്കീലാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറയും. CIയും അഹാനയും ഒരുപാട് പറഞ്ഞു നോക്കുമെങ്കിലും വിജയമോഹൻ അത് ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ല. രാജശേഖരൻ പണ്ട് നമുക്കൊരു പണി തന്നതല്ലേ, അതിനൊരു തിരിച്ചടി കൊടുക്കണ്ടേ എന്ന് അഹാന ചോദിക്കുമ്പോൾ എനിക്കാരോടും പ്രതികാരമൊന്നുമില്ലെന്നാണ് വിജയമോഹൻ പറയുന്നത്. എങ്കിൽ എന്റെ കൂടെ ഒരിടം വരെ സാർ ഒന്ന് വരണമെന്ന് അഹാന
പറയുന്നു. ചുമ്മാ പോയേക്കാമെന്ന് വിജയമോഹനും കരുതും. അഹാനെ അങ്ങനെ അദ്ദേഹത്തെ നേരെ സാറയുടെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നത്. സാറ വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഈ കേസ് ജയിക്കും, സാർ ഈ കേസ് ഏറ്റെടുത്തതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ഈ കേസ് വാദിക്കാൻ വന്നതല്ലെന്ന് സാറയോട് വിജയമോഹൻ പറയും. അത് കേട്ട് സങ്കടം വരുന്ന സാറ അവൾ അതുവരെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളും മറ്റും പറയുന്നതോടെ വിജയമോഹൻ ആ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. മുഹമ്മദിന് വിജയമോഹനെ അത്ര പരിചയമില്ലായിരുന്നു. അയാൾ വാദിച്ചാൽ കേസ് ജയിക്കുമോ എന്നൊക്കെ അഹാനയോട് അദ്ദേഹം ചോദിക്കുമ്പോൾ വിജയമോഹനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവൾ മുഹമ്മദിനോട് പറയും. നല്ല രീതിയിൽ ട്രയൽ നടത്തുകയും വാദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വക്കീലായിരുന്നു വിജയമോഹൻ. ആ സമയത്ത് രാജശേഖരൻ നല്ലൊരു ക്രിമിനൽ ലോയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ടായിരുന്നു വിജയമോഹൻ ജോലി ചെയ്ത് തുടങ്ങിയത്. അതിനിടെ പൂർണിമയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും ചെയ്തു. ശേഷം വിജയമോഹന്റെ വളർച്ചയും മകളോടുള്ള പ്രണയവും ഒന്നും രാജശേഖരന് ദഹിക്കുന്നില്ല. ആ സമയത്താണ് കോടതിയിൽ സെഷൻ ക്ലർക്കായി അഹാനയ്ക്ക് ജോലി കിട്ടുന്നത്. സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ അഹാന ഒരു കേസുമായി ബന്ധപ്പെട്ട ഫയൽ റഫറൻസിനായി വിജയമോഹന് കൊടുക്കുന്നു. എന്നാൽ വിജയമോഹന്റെ കയ്യിൽ നിന്ന് അത് എങ്ങനെയോ മിസ്സാകുന്നു. അതോടെ അഹാനയ്ക്ക് ജോലിയും നഷ്ടമാകും. ബാർ കൗൺസിൽ 5 വർഷത്തേക്ക് വിജയമോഹനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീടാണ് ഇതിന്റെ പിന്നെ രാജശേഖരനാണെന്ന് അവർക്കെല്ലാം മനസ്സിലാകുന്നത്. ഇതിനെല്ലാം പുറമെ പൂർണിമയെ മറ്റൊരു വക്കീലിനെ കൊണ്ട് കെട്ടിച്ച് ഡൽഹിയിൽ പോയി അവര് സെറ്റിലാവുകയും ചെയ്യും. വീണ്ടും 5 വർഷത്തിന് ശേഷം വിജയമോഹൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നുവെങ്കിലും നല്ല കേസുകളൊന്നും അദ്ദേഹത്തിനെ തേടി വരുന്നില്ല. മിടുക്കനായ വിജയമോഹൻ വളർന്നാൽ തങ്ങൾക്കൊരു ഭീഷണിയാകുമെന്ന് കരുതുന്ന എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒന്നുമല്ലാതാക്കി തീർക്കുകയായിരുന്നു. ഇപ്പോൾ മറ്റുള്ളവർക്ക് നിയമനിർദ്ദേശങ്ങളും മറ്റും നൽകി ഉപജീവനമാർഗം നടത്തിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അടുത്ത ദിവസം വിജയമോഹൻ ടിവിയിൽ ഇത് പണമുണ്ടാക്കാൻ വേണ്ടി പെൺകുട്ടിയും വീട്ടുകാരും ഉണ്ടാക്കിയ കെട്ടുകഥയാണെന്നൊക്കെ പറയുന്ന രാജശേഖരനെ കാണുന്നു. ശേഷം വിജയമോഹൻ സിഐയോട് കേസിന്റെ വിശദ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. സാറയെയും വന്ന് കാണുകയും വീടിന്റെ പരിസരവും മറ്റും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ തെളിവുകളും സിഐയെ അവിടെ നിന്ന് മാറ്റിയപ്പോൾ തന്നെ പുതിയ അന്വേഷണോദ്യോഗസ്ഥന് കൈമാറിയതായി സിഐ വിജയമോഹനോട് പറയും. എന്നാൽ അതിൽ നിന്ന് സ്കൾപ്ചറിന്റെ ചിത്രവും മെമ്മറി കാർഡും മിസ്സായതായി വിജയമോഹൻ സിഐയോട് പറയുന്നു. ശേഷം വിജയമോഹൻ കോടതിയിലെത്തുമ്പോൾ അഹാനെ ഒരു ഫ്രണ്ടിന്റെ സിസ്റ്ററിനെ അദ്ദേഹത്തിന്റെ ജൂനിയറായി കൊടുക്കുന്നു. ഇതേസമയം രാജശേഖരനും മകളും കൂടി കോടതിയിലേക്ക് വരുന്നു. അപ്പോഴാണ് തനിക്കെതിരെയുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയമോഹനാണെന്ന് രാജശേഖരന് മനസ്സിലാകുന്നത്. പണ്ടത്തെ കാര്യങ്ങളിലുള്ള വൈരാഗ്യബുദ്ധി രാജശേഖരന് അതോടെ വീണ്ടും ഉടലെടുക്കും. ശേഷം മുഹമ്മദിന്റെ വീട്ടിലെ ജോലിക്കാരിയായ സീമയെ വിജയമോഹൻ കോടതിയിൽ വിസ്തരിക്കുന്നു. സംഭവ ദിവസം ഒരു റിലേറ്റീവിന്റെ കല്യാണത്തിന് മുഹമ്മദും ഭാര്യയും പോയിരുന്നു. അത് കഴിഞ്ഞ് സീമ ബാങ്കിലേക്കും പോകുന്നു. തിരികെ വന്നപ്പോൾ ആകെ കരഞ്ഞു വിളിച്ചിരിക്കുന്ന സാറയെയാണ് അവർ കാണുന്നത്. വേഗം സീമ മുഹമ്മദിനെ വിളിക്കുമെങ്കിലും കിട്ടുന്നില്ല. അപ്പോഴാണ് തൊട്ട അയൽവക്കക്കാരെ വെളിയിൽ നിൽക്കുന്നത് അവൾ കാണുന്നത്. സീമ അവരെ വിളിച്ച് കാര്യം പറയും. അവരാണ് പോലീസിനെ വിളിക്കുന്നത്. അപ്പോഴേക്കും മുഹമ്മദും ഭാര്യയും വരികയും ചെയ്തതായൊക്കെ സീമ കോടതിയിൽ പറയുന്നു. രാജശേഖരൻ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ വീടിന് 2 താക്കോലില്ലേ എന്ന സീമയോട് ചോദിക്കും. അവരും അത് സമ്മതിക്കുന്നു. മാനസികമായി സീമയെ കൺഫ്യൂഷൻ അടുപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് രാജശേഖരന്റെ ഉദ്ദേശം. ഒരു താക്കോൽ സീമയുടെ കയ്യിലും മറ്റേ താക്കോൽ മുഹമ്മദിന്റെ കയ്യിലുമായിരുന്നു. അതുകൊണ്ട് സീമ ബാങ്കിൽ പോയ സമയത്ത് മുഹമ്മദ് വീട്ടിൽ വന്നിരിക്കാമല്ലേ എന്ന് രാജശേഖരൻ സീമയോട് ചോദിക്കും. ഇതെല്ലാം കേട്ട സീമയാകെ പേടിച്ചു നിൽക്കുന്നു. ശേഷം സാറയുടെ അമ്മയെ വിജയമോഹനൻ വിസ്തരിക്കും. സംഭവം നടന്നതിന്റെ തലേന്ന് വൈകിട്ട് സാറയും കുടുംബവും ചായ കുടിച്ച് സംസാരിച്ചു നിൽക്കുമ്പോൾ പിറ്റേന്ന് കല്യാണത്തിന് പോകുന്ന കാര്യം സംസാരിക്കുന്നു. സാറ കല്യാണത്തിന് വരുന്നില്ലെന്ന് പറയുന്നു. സീമയും ബാങ്കിൽ പോകും, നീ ഒറ്റയ്ക്കിരിക്കുമോ എന്നൊക്കെ അവര് സംസാരിച്ചു നിൽക്കുന്നിടത്തേക്ക് മൈക്കിൾ വരികയും വിനോദിന്റെ വീട് ഏതാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. തൊട്ടപ്പുറത്തെ വീടാണെന്ന് മുഹമ്മദ് പറയുമ്പോൾ മൈക്കിൾ അവിടെ നിന്ന് പോയതായും റയുടെ അമ്മ കോടതിയിൽ പറയും. അവര് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ വീട്ടിൽ പിറ്റേന്ന് സാറെ ഒറ്റയ്ക്കേ കാണുമെന്ന് മൈക്കിൾ മനസ്സിലാക്കിയിരുന്നതായി വിജയമോഹൻ കോടതിയിൽ പറയും. ശേഷം ക്രോസ് വിസ്താരത്തിനായി രാജശേഖരൻ വരും. ആദ്യ ഭർത്താവിന്റെ മരണശേഷം ഒരു ഭാര്യയും 2 ആൺമക്കളുമുള്ള ഒരാളെ വശീകരിച്ച് വളരെ മോശക്കാരിയായ ഒരു സ്ത്രീയാണ് അവര് എന്ന തരത്തിൽ രാജശേഖരൻ സംസാരിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നില്ല അയാൾ അവിടെ ചോദിക്കുന്നത്. അതോടെ സാറയുടെ അമ്മ മാനസികമായി വല്ലാത്തൊരു അവസ്ഥയിൽ പൊട്ടിക്കരയാൻ തുടങ്ങും. അതോടെ സമ്പന്നനായ പ്രതിയിൽ നിന്ന് മകളെ ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ടാക്കിയ കഥയാണിതെന്നൊക്കെ രാജശേഖരൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ശേഷം മുഹമ്മദിനെ രാജശേഖരൻ ക്രോസ് വിസ്താരം ചെയ്യും. മുഹമ്മദാണ് സാറയെ ഉപദ്രവിച്ചത് എന്ന തരത്തിൽ രാജശേഖരൻ സംസാരിക്കുന്നു. സാറയ്ക്ക് 6 വയസ്സുള്ളപ്പോഴാണ് മുഹമ്മദ് സാറയുടെ ഉപ്പയായി വരുന്നത്. അവളുടെ ബയോളജിക്കൽ ഫാദർ അല്ലാത്തതുകൊണ്ട് തന്നെയാണ് രാജശേഖരൻ ആ ഒരു പോയിന്റ് വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മനസ്സിലാക്കി വിജയമോഹൻ സാറയോട് വന്ന് സംസാരിക്കുന്നു. അവരുടെ ടാർഗറ്റ് ഉപ്പയാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ കേട്ടിട്ട് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയിട്ട് വേണം മറുപടി പറയാൻ എന്നൊക്കെ സാറയോട് പറയും.
എതിർഭാഗം ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും ഉത്തരം പറയാൻ സമയം വേണമെങ്കിലും മനസ്സിലായില്ല എന്ന് തന്നെ പറയണം. പ്രശ്നമുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നതെങ്കിൽ ഞാൻ വക്കീലുമായി വഴക്കുണ്ടാക്കും. അത് സാറയ്ക്കുള്ള സൂചനയാണ്. അതൊക്കെ മനസ്സിലാക്കി മറുപടി പറഞ്ഞാൽ മതിയെന്നൊക്കെ വിജയമോഹൻ സാറയോട് പറയുന്നു. അങ്ങനെ കേസ് വിസ്താരത്തിനായി സാറയെ കോടതിയിൽ ഹാജരാക്കും. വിജയമോഹൻ വിസ്തരിക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ സാറ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തുപോയ സമയം ഒറ്റയ്ക്കായ സാറ കുളിച്ചിറങ്ങിയപ്പോൾ ആരോ തന്റെ മുറിയിൽ ഉണ്ടായിരുന്നതായും അയാൾ തന്റെ ടവൽ വലിച്ചൂരിയ ശേഷം കട്ടിലിലേക്ക് എടുത്തിട്ടിട്ട് ശബ്ദമുണ്ടാക്കിയാൽ കൊന്നുകളയുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പേടിച്ചുപോയ സാറയെ അവൻ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് സാറ പറയുന്നു. ശേഷം ക്രോസ് വിസ്താരം ചെയ്യും. പതിവ് പോലെ അർത്ഥം വെച്ച് കാഴ്ചയില്ലാത്തതിനാൽ മുഹമ്മദ് തൊട്ടും പിടിച്ചുമാണോ സ്കൾപ്ചർ ചെയ്യാൻ പഠിപ്പിച്ചത് എന്നൊക്കെ രാജശേഖരൻ അവളോട് ചോദിക്കുന്നു. ശേഷം റേപ്പ് പോലെ ഒരു കാര്യം നടക്കുമ്പോൾ എങ്ങനെയാ അത് ചെയ്യുന്ന ആളെ തൊടാനും തലോടാനും ഒക്കെ കഴിഞ്ഞുവെന്നും അയാൾ ചോദിക്കുന്നു. പ്രതി ആരാണെന്ന് തിരിച്ചറിയാൻ ആകെയുള്ള മാർഗം അതാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഞാൻ അയാളെ തൊട്ടതും തലോടിയതും എന്ന് സാറ പറയും. എങ്ങനെയും മുഹമ്മദിനെ കുടുക്കിലാക്കാൻ വേണ്ടി രാജശേഖരൻ ഓരോന്ന് ചോദിക്കുമെങ്കിലും അതിനെല്ലാം വളരെ വിദഗ്ധമായി സാറ മറുപടി പറയും. അങ്ങനെ ശരിക്കും രാജശേഖരന്റെ വാ അടയുന്നത് കൊണ്ടും മനോധൈര്യത്തോടെ സാറ സംസാരിക്കുന്നത് കൊണ്ടും അവളെയും താറടിച്ചു കാണിക്കാൻ രാജശേഖരൻ ശ്രമിക്കുന്നു. ഒരു റേപ്പിനിരയായ പെൺകുട്ടി ഇത്ര ബോൾഡായിട്ടൊന്നും സംസാരിക്കില്ല. ഇതിൽ റേപ്പ് നടന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കണം എന്നൊക്കെ രാജശേഖരൻ കോടതിയിൽ പറയും. എന്നാൽ പുതുതലമുറ മാറിയെന്നും അവർ നല്ല ധൈര്യമുള്ള കുട്ടികളാണെന്നും എന്ത് സംഭവിച്ചാലും അവരത് തുറന്നു പറയുമെന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് നിങ്ങളുടെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണെന്നുമൊക്കെ വിജയമോഹനൻ പറയുന്നു. അങ്ങനെ നാണം കെട്ട് രാജശേഖരൻ ആ വാദത്തിൽ നിന്നും പിന്മാറും. പിന്നെ സാറയോടൊന്നും ചോദിക്കാൻ അയാൾ നിൽക്കില്ല. ശേഷം അശ്വതിയുടെയും ഫ്രണ്ട്സിന്റെയും സഹായത്തോടെ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ ചെയ്യാനായി അവർ തീരുമാനിക്കുന്നു. ഇതോടെ രാജശേഖരൻ ചെറുതായൊന്ന് ടെൻഷനായി തുടങ്ങുന്നു. കാരണം വിജയമോഹനൻ രാജശേഖരന്റെ കൂടെ നിന്ന ആളായതുകൊണ്ട് തന്നെ അയാളുടെ കുതന്ത്രങ്ങളൊക്കെ വിജയമോഹന് അറിയാമല്ലോ. പിറ്റേന്ന് കോടതി കൂടുമ്പോൾ മൈക്കിളിന്റെ ഫ്രണ്ടായ വിനോദിനെ വിസ്തരിക്കുന്നു. സാറയെ സപ്പോർട്ട് ചെയ്ത് പറയാമെന്നൊക്കെ വിജയമോഹനോട് വിനോദ് പറഞ്ഞിരുന്നുവെങ്കിലും കോടതിയിൽ അദ്ദേഹം മൊഴിമാറ്റി പറയും. അതിനു പിന്നിലും മൈക്കിൾ തന്നെയായിരുന്നു. ഇതേസമയം സോഷ്യൽ മീഡിയ ശ്രദ്ധയും കേസിന് നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ മൈക്കിളുമായി വിവാഹമുറപ്പിച്ചിരുന്ന പെൺകുട്ടി വിളിച്ച വിവാഹത്തെക്കുറിച്ച് വീട്ടുകാർക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു. മൈക്കിളിന്റെ ഫ്രണ്ട്സും അവനെ അതോടെ എരികേറ്റും. ഇത് ക്യാരക്ടർ അസാസിനേഷനാണ്, ഇതിനെതിരെ പ്രതികരിക്കണമെന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങും. അതോടെ മൈക്കിളും കൂട്ടരും സാറയുടെ വീട്ടിൽ വന്ന് സാറയെയും കുടുംബത്തെയും മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചോണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. നീ കാണിച്ചത് വളരെ മണ്ടത്തരമായി പോയി, വേണമെങ്കിൽ ഇതറിഞ്ഞാൽ ജാമ്യം വരെ ക്യാൻസൽ ചെയ്തു പോയേക്കാമെന്നൊക്കെ രാജശേഖരൻ മൈക്കിളിനോട് പറയുന്നു. അടുത്ത സിറ്റിംഗ് സമയത്ത് രാജശേഖരന് സുപ്രീം കോടതിയിൽ ഒരു ഇമ്പോർട്ടന്റ് ഹിയറിംഗ് ഉള്ളതുകൊണ്ട് തന്നെ സാറയുടെ കേസിൽ കോടതിയിൽ അപ്പിയർ ചെയ്യുന്നത് പൂർണിമയാണ്. മൈക്കിളിന്റെ ഭീഷണിക്കെതിരെ വിജയമോഹൻ പെറ്റീഷൻ കൊടുത്തതുകൊണ്ട് തന്നെ അത് വെറും കെട്ടിച്ചമച്ച കഥയാണെന്നൊക്കെ പൂർണിമ കോടതിയിൽ വാദിക്കും. ഏതായാലും സാറയുടെ കുടുംബത്തിന് വേണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്താമെന്ന് ജഡ്ജി പറയുന്നു. ശേഷം സാറയെ എക്സാമിൻ ചെയ്ത ഡോക്ടറിനെ വിസ്തരിക്കും. സമ്മതമില്ലാതെ നടക്കുന്ന ഇന്റർകോഴ്സുകളിൽ ദേഹത്ത് മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സാറയുടെ ദേഹത്ത് അത്തരത്തിലുള്ള മുറിവുകളൊന്നും കണ്ടിരുന്നില്ല. കൂടാതെ പൂർണ്ണമായ ഒരു സെക്സ് നടന്നതിന്റെ സയന്റിഫിക് പ്രൂഫായ സെമൻ കണ്ടുകിട്ടിയിട്ടില്ല എന്നും ഡോക്ടർ പറയുന്നു. അടുത്തതായി CI പോളിനെ വിചാരണ ചെയ്യുമ്പോൾ സാറയുണ്ടാക്കിയ പ്രതിയുടെ സ്കൾപ്ചറിന്റെ ഫോട്ടോസ് താൻ കേസ് ഹാൻഡ് ഓവർ ചെയ്ത സമയത്ത് അതിലുണ്ടായിരുന്നതായും എന്നാൽ പിന്നീട് അത് മിസ്സായതായും അദ്ദേഹം കോടതിയെ ബോധിപ്പിക്കും. ശേഷം മുഹമ്മദ് ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആയതിനാൽ അയാൾ ഉണ്ടാക്കിയതായിരിക്കും പ്രതിയുടേതെന്ന് പറയുന്ന സ്കൾപ്ചർ എന്നൊക്കെ പൂർണിമ വാദിക്കുന്നു. സംഭവ ദിവസം മൈക്കിൾ തിരുവനന്തപുരത്ത് നിന്ന് കാന്തളൂർക്ക് ഒരു ഫ്രണ്ട് അറേഞ്ച് ചെയ്ത പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയിരുന്നതായൊക്കെ പൂർണിമ ജഡ്ജിക്ക് മുമ്പാകെ പറയുന്നു. അടുത്ത ഹിയറിംഗിൽ ജഡ്ജി മൈക്കിളിനോട് സംസാരിക്കുമ്പോൾ സംഭവം നടന്ന ദിവസം ഞാൻ കാന്തളൂർക്ക് പോയിരിക്കുകയായിരുന്നെന്നും ഞാൻ നിരപരാധിയാണെന്നുമൊക്കെ മൈക്കിൾ പറയുന്നു. ശേഷം മൈക്കിൾ അന്നേ ദിവസം പോയി എന്ന് പറയുന്ന റൂട്ടിലെ ടവർ ലൊക്കേഷനൊക്കെ വിജയമോഹൻ എടുക്കുമ്പോൾ അതെല്ലാം പക്കയായിരുന്നു. പോയ വഴി മൈക്കിൾ ഫുഡ് കഴിക്കാൻ ഒരു ഫ്രണ്ടിനോടൊപ്പം എംപയർ എന്നൊരു റെസ്റ്റോറൻറ്റിലും കയറിയിരുന്നതായി പറയുന്നുണ്ടായിരുന്നു. ആ എംപയർ ഹോട്ടലിലും മൈക്കിൾ ചെന്നു എന്ന് പറയുന്ന കാന്തള്ളൂരിലെ ഹോട്ടലിലും അഹാനയെ വിട്ട് വിജയമോഹൻ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു. എംപയർ ഹോട്ടലിലെ CCTV ഫുട്ടേജ് അന്വേഷിക്കുമ്പോൾ അന്നത്തെ വിഷ്വൽസ് എന്തോ കറപ്റ്റായി പോയതായിട്ടാണ് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ പറയുന്നത്. അതോടെ അവരത് മനഃപൂർവ്വം മാറ്റിയതായിരിക്കുമെന്ന് വിജയമോഹന് മെസ്സേജ് ചെയ്യും. അങ്ങനെ വിജയമോഹൻ വിഷ്വൽസ് റിട്രീവ് ചെയ്യാനായി ജഡ്ജിയിൽ നിന്നും അനുവാദവും വാങ്ങും. ശേഷം റിട്രീവ് ചെയ്ത വിഷ്വൽസ് കോടതിയിലെത്തിക്കുമ്പോൾ അതിൽ മൈക്കിളും ഫ്രണ്ടും ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ വിജയമോഹന് മുമ്പിലുണ്ടായിരുന്ന ആ വഴിയും അടയും.
അദ്ദേഹം വീണ്ടും ആ വിഷ്വൽസ് കുറെ തവണ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കാണുമ്പോഴാണ് വിജയമോഹന് അതിലെന്തോ കറപ്ഷൻ നടന്നതായി മനസ്സിലാകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം CIAയും പോലീസിനെയും ഒക്കെ കൂട്ടി സെക്യൂരിറ്റി സിസ്റ്റം മാനേജ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് വന്ന് മര്യാദയ്ക്ക് അന്നത്തെ ഒറിജിനൽ വിഷ്വൽസ് തന്നു, അല്ലെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യും, നിന്റെ പ്രസ്ഥാനം പൂട്ടുമെന്നൊക്കെ പറയുന്നു. അതോടെ അയാളാകെ പേടിച്ചു പോകും. എന്നെ ഭീഷണിപ്പെടുത്തി അവർ ചെയ്യിച്ചതാണ്, ഞാൻ അവർക്കെതിരെ തെളിവ് തന്നാലെങ്കിലും എന്നെ വെറുതെ വിടണമെന്നൊക്കെ അയാൾ പറയുന്നു. ശേഷം അയാളെ പിറ്റേ ദിവസം വിജയമോഹൻ റീകോൾ ചെയ്ത് വിസ്തരിക്കുന്നു. അതോടെ രാജശേഖരൻ പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്നും ഹോട്ടലിൽ ആളില്ലാത്ത സമയത്തെ വിഷ്വൽസിൽ രാജശേഖരന്റെ നിർദ്ദേശപ്രകാരം മൈക്കിൾ അവിടെ ചെന്നതായുള്ള വിഷ്വൽസ് എഡിറ്റ് ചെയ്ത് താൻ കയറ്റിയതാണെന്നുമൊക്കെ അയാൾ കോടതിയിൽ സമ്മതിക്കും. അതോടെ വിജയമോഹൻ വിഷ്വൽസിൽ കണ്ട മാനിപ്പുലേഷൻ ജഡ്ജിക്ക് കാണിച്ചു കൊടുക്കും. സംഭവം നടന്ന ദിവസം ഹോട്ടലിൽ ആളില്ലാത്ത സമയത്തെ വിഷ്വൽസിൽ രാജശേഖരന്റെ നിർദ്ദേശപ്രകാരം മൈക്കിൾ അവിടെ ചെന്നതായുള്ള വിഷ്വൽസ് എഡിറ്റ് ചെയ്ത് കയറ്റിയതായിരുന്നു. അതിന് തെളിവായി ആ വിഷ്വൽസിലെ ഒരു മിററിൽ ഉണ്ടായിരുന്ന ഒരു പാത്രം മൈക്കിൾ വരുന്ന വിഷ്വൽസിന് തൊട്ടു മുൻപ് അവിടെ ഉണ്ടായിരുന്നതായും മൈക്കിൾ വരുന്ന സമയം പെട്ടെന്ന് അത് അപ്രത്യക്ഷമായതായും വിജയമോഹൻ ചൂണ്ടിക്കാണിക്കും. രാജശേഖരൻ തന്റെ ഓഫീസിൽ വെച്ച് അത് തന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അയാൾ അറിയാതെ സെക്യൂരിറ്റി സിസ്റ്റം ഓപ്പറേറ്റർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷ്വൽസും കോടതിയിൽ അദ്ദേഹം കാണിച്ചു കൊടുക്കും. അതോടെ രാജശേഖരന്റെ കള്ളി വെളിച്ചത്താകുന്നു. അങ്ങനെ ജഡ്ജി ബാർ കൗൺസിലിനോടും പോലീസിനോടും രാജശേഖരനെതിരെ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഓർഡർ ഇടുന്നു. സംഭവം മീഡിയയിലൊക്കെ കത്തിക്കയറും. രാജശേഖരനാകെ നാണം കെട്ട അവസ്ഥയിലാകും. അത്രയും നാൾ അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പ്രൊഫൈലൊക്കെ ഒന്നുമല്ലാതായി പോകും. രാജശേഖരന് പകരം കേസ് പൂർണിമ ഏറ്റെടുക്കുന്നു. പൂർണിമയ്ക്ക് പിന്നിൽ സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ രാജശേഖരൻ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഹിയറിംഗ് നടക്കുമ്പോൾ മൈക്കിളിന്റെ ഫോണിന്റെ ടവർ ലൊക്കേഷനെ കുറിച്ച് പൂർണിമ തെളിവുകൾ വിഷ്വൽസ് സഹിതം കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. വിജയമോഹൻ ഇതേ സമയം പുതിയ ഒരു സാക്ഷിയെ വിസ്തരിക്കുന്നു. അത് മൈക്കിളിന്റെ കമ്പനിയിലെ ഒരു ഡ്രൈവറായ റോബിനായിരുന്നു. എന്നാൽ സംഭവം നടന്ന ദിവസം അയാൾ വീട്ടിൽ തന്നെ ആയിരുന്നുവെന്നും എങ്ങും പോയിരുന്നില്ലെന്നും കോടതിയിൽ പറയുന്നു. മൈക്കിൾ സഞ്ചരിച്ചുവെന്ന് പറയുന്ന അതേ റൂട്ടിൽ അയാളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷനും എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്നാണ് റോബിൻ പറയുന്നത്. വിസ്താരത്തിനിടെ പൂർണിമ തനിക്ക് ഓർമ്മക്കുറവുണ്ട്, എങ്ങനെയോ ഫോൺ വണ്ടിയിൽ മറന്നുവെച്ചു എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ റോബിനോട് സംസാരിക്കും. അതോടെ ഞാൻ വണ്ടിയിൽ ഫോൺ വെച്ച് മറന്നുപോയതാണെന്ന് റോബിൻ ജഡ്ജിയോട് പറയും. ആ വഴിയും അടയുമ്പോൾ വിജയമോഹൻ റോബിനെ റീകോൾ ചെയ്യാനായി സമയം ചോദിക്കുന്നു. ശേഷം മൈക്കിൾ പോയി എന്ന് പറയുന്ന റൂട്ടിലൂടെ പോയതിന്റെ വിഷ്വൽസ് ഒക്കെ വിജയമോഹൻ വിശദമായി പരിശോധിക്കുന്നു. പിറ്റേന്ന് വീണ്ടും കോടതി കൂടുമ്പോൾ കാന്തല്ലൂരിൽ പാർട്ടി നടന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സിനെ പൂർണിമ കോടതിയിൽ ഹാജരാക്കി വിസ്തരിക്കും. വിജയമോഹൻ അപ്പോൾ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവരെ റീകോൾ ചെയ്യണമെന്ന് പറയുന്നു. സംഭവ ദിവസം ഇവരെല്ലാം മൈക്കിൾ തങ്ങളോടൊപ്പം റിസോർട്ടിലുണ്ടായിരുന്നതായി മൊഴി നൽകുന്നു. ഈ സമയം അഹാനെ ആരെയോ കാണാനോ മറ്റോ വിജയമോഹൻ പുറത്ത് പറഞ്ഞു വിട്ടിരിക്കുകയായിരുന്നു. വിജയമോഹനും അശ്വതിയും അഹാനയ്ക്ക് വേണ്ടി വെയിറ്റിംഗിലായിരുന്നു. അങ്ങനെ വിജയമോഹനൻ മൈക്കിളിന്റെ ഫ്രണ്ട്സിനെ റീകോൾ ചെയ്യുന്നു. അവരുടെ മൊഴികൾ തമ്മിൽ സ്വാധീനിക്കാതിരിക്കാൻ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അവരെ വിസ്തരിക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ അന്നേ ദിവസം മൈക്കിൾ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്നതാണെന്നും വണ്ടിയുടെ കളറും കമ്പനി നെയിമും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ പറയുന്നു. എന്നാൽ അന്നേ ദിവസം മൈക്കിൾ എന്ത് വേഷമാണ് ധരിച്ചിരുന്നത് എന്ന വിജയമോഹനന്റെ ചോദ്യത്തിന് മാത്രം ആർക്കും വ്യക്തമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, ഒരാൾ ജീൻസും ടീഷർട്ടുമെന്നും മറ്റൊരാൾ ജീൻസും ഷർട്ടുമാണെന്നുമാണ് പറയുന്നത്. അങ്ങനെ വിസ്താരം നടക്കുന്നതിനിടെ അഹാന കോടതിയിലേക്ക് വരികയും അശ്വതി വഴി ഒരു പെൻഡ്രൈവ് വിജയമോഹനന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. വിജയമോഹൻ പെട്ടെന്ന് തന്നെ അത് ജഡ്ജിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യും. റോബിന്റെ മൊഴിയിലെ വൈരുദ്ധ്യം തെളിയിക്കുന്ന തെളിവായിരുന്നു അത്. മൈക്കിൾ കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ സഞ്ചരിച്ചുവെന്ന് പറയുന്ന കാറിന്റെ എതിരെ വന്ന കാറിന്റെ ഡാഷ് ക്യാമിൽ നിന്ന് ലഭിച്ച വിഷ്വൽസ് ആയിരുന്നു അതിൽ നല്ല വ്യക്തമായി തന്നെ റോബിൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുന്നതിന്റെ വിഷ്വൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം മൈക്കിളിന്റെ കാറിൽ സഞ്ചരിച്ചിരുന്നത് റോബിനായിരുന്നതായി ജഡ്ജിക്ക് ബോധ്യമാകുന്നു. അതിനൊപ്പം മുംബൈ ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു റേപ്പ് കേസിന്റെ ഡീറ്റെയിൽസും വിജയമോഹനൻ ജഡ്ജിക്ക് സബ്മിറ്റ് ചെയ്യും. സാറയെ പോലെ അവിടെയും ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തിരുന്നതായും തെളിവിന്റെ അഭാവത്തിൽ പ്രതിയെ വിട്ടയച്ചതാണെന്നും അതിലെ പ്രതിയും മൈക്കിളായിരുന്നുവെന്നുമൊക്കെ വിജയമോഹനൻ പറയുന്നു. അതൊക്കെ പബ്ലിക് ഡോക്യുമെന്റ്സ് ആയതുകൊണ്ട് തന്നെ കോടതിക്ക് വിശ്വസിക്കാൻ വേറൊന്നിന്റെയും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ മൈക്കിളിന്റെ മുൻകാല ക്രൈമുകളുടെ തെളിവും വിജയമോഹനൻ കോടതിയിൽ ഹാജരാക്കും. ശേഷം ഫൈനൽ ഹിയറിംഗിനായി ജഡ്ജി ഒരു ഡേറ്റ് പറയുന്നു. മൈക്കിളിന്റെയും പ്രതിഭാഗം വക്കീലിന്റെയും വാദങ്ങളെല്ലാം പൊളിഞ്ഞതുകൊണ്ട് തന്നെ കേസ് നമ്മൾ ജയിക്കുമെന്ന് തന്നെയായിരുന്നു മുഹമ്മദിന്റെ വിശ്വാസം. എന്നാൽ അവരുടെ വാദങ്ങൾ പൊളിഞ്ഞുവെന്നേ ഉള്ളൂ. കുറ്റം ചെയ്തത് മൈക്കിളാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാനാകൂവെന്നും വിജയമോഹനൻ പറയുന്നു.
ഇതൊരു സാധാരണ റേപ്പ് കേസ് അല്ലല്ലോ. ഒരു സാക്ഷി പോലും ഇല്ല. നിർഭാഗ്യവശാൽ സാറയ്ക്ക് കാഴ്ചയുമില്ല. ഫൈനൽ ഹിയറിങ്ങിന് ഞാൻ എന്തായാലും ഒരു ചൂണ്ടയിടാൻ പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ അത് കൊത്തുമെന്നും നമ്മൾ വിജയിക്കുമെന്നുമൊക്കെ വിജയമോഹൻ മുഹമ്മദിനോട് പറയും. അങ്ങനെ ഫൈനൽ ഹിയറിങ്ങിന്റെ ദിവസമാകുന്നു. കോടതി കൂടും. ഫൈനൽ ഹിയറിംഗ് കേൾക്കാൻ സാറയും അന്ന് കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ വിജയമോഹൻ കോടതിയിൽ പറയുന്നു. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവുകളോ സാക്ഷികളോ ഇല്ല എന്നും വെറും അന്ധയായ ഒരു പെൺകുട്ടി തന്നെ ആരോ ഉപദ്രവിച്ചുവെന്നും അവൾ നിർമ്മിച്ചുവെന്ന് പറയുന്ന ഒരു സ്കൾപ്ചർ മാത്രം തെളിവായി എടുക്കരുതെന്നും ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് മുഹമ്മദ് നിർമ്മിച്ചതാകാമെന്നും അത് സാറ തന്നെ നിർമ്മിച്ചതാണെന്നതിന് യാതൊരു തെളിവുകളുമില്ല എന്നുമൊക്കെ കോടതിയിൽ പൂർണിമ പറയുന്നു. അതോടെ സാറ ഒരു സ്കിൽഡ് സ്കൾപ്ചറിസ്റ്റ് ആണ്. അത് തെളിയിക്കാൻ കോടതി ഒരു ചാൻസ് അവൾക്ക് കൊടുക്കണമെന്നും വിജയമോഹൻ ജഡ്ജിയോട് പറയുന്നു. അതോടെ കോടതി സാറയ്ക്ക് ചാൻസ് കൊടുക്കാൻ തയ്യാറാകും. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയം കോടതിയിൽ ഇരിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്ത് സാറ അയാളെ തൊട്ടുനോക്കി മനസ്സിലാക്കി അയാളുടെ സ്കൾപ്ചർ ഉണ്ടാക്കണം. ഇതാണ് വിജയമോഹനൻ ജഡ്ജിയോട് പറയുന്നത്. ഇത് കേൾക്കുന്നതും ആളെ തിരഞ്ഞെടുക്കാനുള്ള ആ ചാൻസ് ഞങ്ങൾക്ക് തരണമെന്നും ആളെ തൊട്ടുനോക്കുന്ന സമയം മറ്റാരും അവളുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ലെന്നും അതിന് കൃത്യമായ ഒരു ടൈം ലിമിറ്റ് വെക്കണമെന്നുമൊക്കെ പൂർണിമ കോടതിയിൽ പറയും. അതെല്ലാം ജഡ്ജി സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാറയ്ക്ക് സ്കൾപ്ചർ ചെയ്യാനുള്ള ആൾ അവളുടെ മുന്നിലേക്ക് വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ രാജശേഖരൻ തന്നെയായിരുന്നു. സാറ അയാളുടെ മുഖത്ത് തൊടുമ്പോഴേക്കും മനഃപൂർവ്വം അവളെ മാനസികമായി തകർത്ത് കളയുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അതായത് നടന്നത് റേപ്പായിരുന്നില്ല, മറിച്ച് സാറയുടെ സമ്മതത്തോടെ നടന്ന ഒരു സെക്സ് ആയിരുന്നുവെന്നും അവൾക്ക് മുൻപരിചയമുണ്ടായിരുന്നുവെന്നും അത് സാറ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടാകാമെന്നൊക്കെ വളരെ വൾഗറായി അവളോട് അയാൾ സംസാരിക്കുന്നു. ഒടുവിൽ സാറയുടെ അമ്മയെ വരെ വളരെ മോശമായ രീതിയിൽ അയാൾ സംസാരിക്കുന്നു. ഒരാളെ വശീകരിച്ച് സ്വന്തമാക്കിയ ആളാണ് അവളുടെ അമ്മ. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ മകളായതുകൊണ്ട് തന്നെ നീ കാണിക്കുന്നതിലൊന്നും ഒരത്ഭുതവുമില്ല, സാറയും ഒരു മോശക്കാരിയാണെന്നുമൊക്കെ അയാൾ പറയുന്നു. അതോടെ സമനില തെറ്റി സാറ കരയുവാനായി തുടങ്ങും. അപ്പോഴേക്കും സമയം ഏറെ വൈകിയിരുന്നു. എങ്കിലും കോടതി സിറ്റിംഗ് തുടരുന്നു. ശേഷം സാറ ആ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് തന്നെ സ്കൾപ്ചർ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ വീണ്ടും എല്ലാവരും കോടതിയിൽ ഹാജരാകും. ജഡ്ജിയുടെ മുന്നിൽ സ്കൾപ്ചർ സബ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകും. കാരണം അത്രയ്ക്ക് രാജശേഖരൻ എക്സാക്ട് കോപ്പിയായിരുന്നു സാറ ഉണ്ടാക്കിയത്. അതോടെ മൈക്കിൾ തെറ്റുകാരനാണെന്ന് കോടതിക്കും ബോധ്യമാകും. ഇന്ത്യൻ ശിക്ഷ അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് വിജയമോഹനൻ കോടതിയോട് പറയുമ്പോൾ പ്രതിയുടെ പ്രായവും വിദ്യാഭ്യാസവും പരിഗണിച്ച് ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നാണ് പൂർണിമ പറയുന്നത്. എന്നാൽ കോടതി പ്രതിക്ക് ആജീവനാന്ത തടവും 2 ലക്ഷം രൂപ പിഴയും വിധിക്കുന്നു. അങ്ങനെ വിജയമോഹനും സാറയും കേസ് ജയിക്കുന്നു. അതോടെ കോടതിയിലുള്ള എല്ലാവരും വന്ന് വിജയമോഹനെ അഭിനന്ദിക്കാൻ തുടങ്ങും. കൂടെ രാജശേഖരനും പൂർണിമയും. നിങ്ങളുടെ തിരിച്ചുവരവിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളതായി പൂർണിമ വിജയമോഹനോട് പറയുന്നു. ഇതേസമയം പുറത്ത് തടിച്ചുകൂടിയിരുന്ന മീഡിയ മുഴുവൻ CI പോൾ പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ കൂട്ടം കൂടുന്നു. ഇത് നേരിന്റെയും കൂട്ടായ്മയുടെയും വിജയമാണെന്ന് അദ്ദേഹം അവരോട് പറയും. ശേഷം പുറത്തേക്ക് വരുന്ന രാജശേഖരൻ മീഡിയയോട് പറയുന്നത് ഇതിനു മുകളിലും കോടതിയുണ്ടല്ലോ, ഞങ്ങൾ അപ്പീൽ പോകുമെന്നാണ്. ശേഷം കോടതി മുറിക്കകത്ത് വെച്ച് മുഹമ്മദ് വിജയമോഹനോട് വന്ന് മോൾക്കൊരു ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. ശേഷം സാറ തന്റെ കൈവിരലുകൾ ഉപയോഗിച്ച് വിജയമോഹനന്റെ മുഖത്ത് സ്പർശിച്ച് അയാളുടെ മുഖം മനസ്സിലാക്കുന്നു. ഇതേസമയം സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും വിജയമോഹനന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ശേഷം തന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന സാറയുടെ അടുത്തു നിന്നും അദ്ദേഹം ഒന്നും മിണ്ടാതെ നടന്നകലുന്നു. അന്നേ വരെ കോടതിയിൽ വന്നപ്പോഴെല്ലാം ഷാൾ ഉപയോഗിച്ച് മുഖം മറച്ചിരുന്ന സാറ ഷാൾ മാറ്റി വളരെ ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി കോടതിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അവിടെ കൂടി നിന്ന ആൾക്കാരും മീഡിയയുമെല്ലാം സാറയെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതല്ലാതെ അവളുടെ ദൃശ്യങ്ങൾ പകർത്താനോ അവളോട് ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്താനോ തയ്യാറാകുന്നില്ല. അതുതന്നെയായിരുന്നു സമൂഹത്തിന് സാറയോട് ചെയ്യാൻ കഴിയുമായിരുന്ന ഏറ്റവും വലിയ കാര്യം. ഇതേസമയം സാധാരണക്കാരനെ പോലെ കോടതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോകുന്ന വിജയമോഹനെയും കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.